മക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ. അമ്മക്കിളിക്ക് സുഖമാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. മക്കളി വന്നപ്പോൾ കാണിച്ചില്ല അമ്മക്കിളിയുടെ അടുക്കളത്തോട്ടമെല്ലാം എങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതിനൊന്ന് ഒന്ന് ഒന്ന് കുളിപ്പിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നല്ല കുട്ടപ്പനാക്കണ്ടേ. അപ്പം അതിനുള്ള പരിപാടിയാണ് നമ്മൾ. എന്തിനാണെന്ന് അറിയാമോ? ഒന്ന് കാണിക്കാം കേട്ടോ. ഇപ്പം എങ്ങനെ നിൽക്കുന്നു, ഡ്രസ്സൊക്കെ ചെയ്യിക്കണ്ടേ. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അങ്ങ് പരിപാലനം കൊടുത്തെന്ന് തോന്നുന്നു ഞാനില്ലാത്തപ്പം. എന്താ പരിപാലിച്ചിരിക്കുന്നു നോക്കാം നമുക്ക്. വാ മക്കളിയുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനകത്ത് എവിടെ എന്തുണ്ടെങ്കിലും നമുക്കറിയത്തില്ല. വല്ലവരും കയറി താമസിച്ചാൽ പോലും അറിയത്തില്ല. അത്രയ്ക്കും കാട് പോലെ വളർന്നിരിക്കുക. അതിനകത്ത് പച്ചക്കറിയെന്ന് പോയിട്ട് മനുഷ്യൻ കയറി താമസിച്ചാൽ പോലും അറിയത്തില്ല കേട്ടോ. പക്ഷെ താമസം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം ഇതിനകത്ത് ആരാ താമസം വന്നേ. ഇത് കണ്ടോ മക്കളെ, കാട് പോലെ കയറി കിടക്കുന്നത്. ഇതിന് എങ്ങനെ നമ്മൾ വല്ല കായും ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നത്? ഇത് ഇവിടെ മുതൽ അങ്ങ് അറ്റം വരയ്ക്ക് ഇങ്ങനെ കിടക്കുക. നിങ്ങൾ തന്നെ നോക്കി, ഇതിനകത്ത് എന്തെങ്കിലും ബീൻസോ എന്തെങ്കിലും കായ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് പോയത് കേട്ടോ. ഫോൺ ചെയ്ത് വിടണം അതിന്. ഇപ്പോൾ ഇതല്ലാതെ വേറെ പരിപാടിയേ ഇല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ചണ്ട പൊട്ടോന്ന് എല്ലാം അങ്ങോട്ട് മുറിച്ച് ഡ്രസ്സിങ് ചെയ്ത് റെഡിയാക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമുക്ക് നിർത്താം. അത് കുളിപ്പിക്കാനുള്ള സാമഗ്രികളെല്ലാം എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് കുളിപ്പിക്കാനുള്ള സംഭവങ്ങളെ. ഇപ്പം നമുക്ക് കുളിപ്പിച്ച് റെഡിയാക്കാം. എന്താണെന്നല്ലേ ഇതുണ്ടല്ലോ, ഈ ഇലകളെല്ലാം ഞാനങ്ങ് ഡ്രിം ചെയ്ത് വിടാൻ പോവാം. എന്നാലേ നമുക്ക് വല്ല പച്ചക്കറി ഇതിനകത്ത് ഉണ്ടോ എന്ന് തന്നെ അറിയത്തുള്ളൂ. അത് തന്നെയുമല്ല, എപ്പോഴും നമ്മൾ ഈ ഇലകളെല്ലാം അടിയിലത്തെ ഇലകളെല്ലാം കണ്ടിച്ചു വിടുന്നത് നല്ലതാണ്. അപ്പം ഞാൻ തക്കാളിയുടെ ഇലകൾ കണ്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് പൂവും കായും ഒക്കെ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് ഇലകൾ എപ്പോഴും അടിയിൽ നിന്നുള്ളത് കട്ട് ചെയ്ത് കളയണം. ഇതിനകത്ത് ആരാ താമസം എന്നറിയാമോ? എലി ഇഷ്ടം പോലെ ഇതിനകത്ത് ഇങ്ങനെ ഓട്ടം നോക്കി വേണം കണ്ടിക്കാൻ. പൂവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടിച്ച് കളയല്ല. അബദ്ധത്തിൽ കണ്ടിച്ച് പോകും നമ്മൾ അറിയാതെ. നല്ല ശ്രദ്ധിച്ച് വേണം കളയാൻ. ഡ്രസ്സൊക്കെ ഇടിച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പർ ആയിരിക്കും. ഇതിനകത്തൊന്നും ബീൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അതപ്പം ഇല മുറിക്കുമ്പോൾ നിറയെ ഇതിനകത്തെല്ലാം നിൽക്കുന്നു. അബദ്ധത്തിൽ മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. വല്ലതും മുറിഞ്ഞു പോയാൽ പോയി. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. മുടിയൊക്കെ വെട്ടി നിർത്തി കഴിഞ്ഞപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം കണ്ടോ എങ്ങനെ ഉണ്ടെന്ന്? നീറ്റാ നിർത്തിയത് കണ്ടോ. ഈ കുളിച്ച് കുട്ടപ്പനാക്കി കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയേ. അല്ല ഇപ്പം ആർക്കും താമസവും നടക്കുകയില്ല. എൻ്റെ അമ്മ ഇതിനകത്തോട് എന്തോ ഓട്ടമാണെന്നറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം കേട്ടോ. ഇവിടെ ഇനി കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. അത് പുതിന ആർക്കെങ്കിലും മുറിച്ച് കൊടുത്തിട്ട് വേണം അത് പറിച്ച് കളയാൻ. എന്താ ഇവിടെ ഒത്തിരി ബീൻസ് ഉപ്പുണ്ട് കേട്ടോ. ഒന്നും കണ്ടില്ല. ഇലകൾ മൂടി നിന്നപ്പോഴേ ബീൻസ് ഒന്നും അകത്ത് നിൽക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ കണ്ട ഇഷ്ടം പോലെ ബീൻസ്. ചിലതൊക്കെ മൂത്തുപോയി. സോയാബീൻസൊക്കെ 2-3 മൂത്തുപോയി. ശരി, സാരയില്ല, മൂക്കാത്തെല്ലാം പറിക്കാം. മൂത്തത് നിർത്തിയേക്കാം. അപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ടോ, ഹൈട്രാഞ്ചിയാ കേട്ടോ. അത് നിൽക്കുന്നുണ്ട്, എല്ലാം മൂത്ത് പോയി. ചിലതൊക്കെ അല്ലേ, ഇതൊന്നും മൂക്കാറായിട്ടില്ല. എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നതൊക്കെ മൂത്ത് കേട്ടോ. അത് മൂത്തുപോയി. അതിനിപ്പോൾ വിത്തിന. അങ്ങനെ നമ്മുടെ ബീൻസ് കുട്ടപ്പന്മാരെല്ലാം കുളിപ്പിച്ച് നിർത്തി റെഡിയാക്കി. തൊപ്പി മാത്രമുണ്ട് ഇപ്പോൾ കേട്ടോ, വേറൊന്നുമില്ല. വേണ്ട, തൊപ്പി പോലെ നിർത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ. നിങ്ങളെല്ലാവരും മക്കളെ പ്രതീക്ഷിക്കണം.